ഈ പ്രണയനൈരാശ്യം പോലെയുള്ള കേസുകളിൽ ആസിഡ് അറ്റാക്ക് നേരിട്ടിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ കേസുകൾ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ അല്ലെങ്കിൽ ഒരു പൊള്ളലേറ്റിട്ടുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡുകൾ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു 20 to 30 മിനിറ്റ്സ് എങ്കിലും തണുത്ത വെള്ളം നമ്മുടെ എഫക്റ്റഡ് ഏരിയയിൽ ഒഴിച്ചുകൊണ്ടിരിക്കണം. അത് നമുക്ക് ആസിഡ് അവിടെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എഫക്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ, നമ്മുടെ പൊള്ളലേറ്റിട്ടുള്ള ഏരിയയിൽ എന്തെങ്കിലും വസ്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പയ്യെ റിമൂവ് ആക്കാനായിട്ട് നോക്കുക. നമ്മൾ ഒട്ടും ധൃതി പിടിക്കാതെ നമ്മുടെ സ്കിന്നിന് ഒട്ടും കേടുവരുത്താതെ വളരെ ക്ഷമാപൂർവ്വം അത് അവിടെ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രീമുകള് അല്ലെങ്കിൽ നമ്മൾ ഓയില് അങ്ങനത്തെ ഒരു സാധനം എഫക്റ്റഡ് ഏരിയയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. അത് നമ്മുടെ കണ്ടീഷൻ കൂടുതൽ വേഴ്സൺ ചെയ്യുകയുള്ളൂ. പിന്നെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എമർജൻസി ആയിട്ട് നമ്മളൊരു മെഡിക്കൽ ഹെൽപ്പ് എത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനുകളിൽ എപ്പോഴും ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മളൊരു മെഡിക്കൽ ഹെൽപ്പ് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നമ്മുടെ ഫാമിലി സർക്കിളിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ.